പ്രത്യയശാസ്ത്ര കടമ്പിടുത്തങ്ങൾ മാറ്റിവെച്ച് വികസനത്തിനൊപ്പം നിൽക്കണമെന്ന് CPIM. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുന്നേറാനുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയ രേഖയിലാണ് കാലത്തിനനുസരിച്ചുള്ള നയമാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പറയുന്നത്. നവകേരളത്തിന്റെ പുതിയ വഴികൾ എന്ന രാഷ്ട്രീയ രേഖ സംഘടനാ റിപ്പോർട്ടിന് ശേഷം അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് വിദേശ വായ്പകൾ വാങ്ങാമെന്നും രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഹീസ് റഷീദ് നൽകും കൂടുതൽ വിവരങ്ങൾ. റഹീസ് റഷീദ്, വഴിമാറി നടക്കാനാണോ തീരുമാനം? എന്ന് തന്നെ പറയേണ്ടി വരും. പിണറായി വിജയൻ അടുത്ത ദിവസം കൊല്ലത്ത് ചേരുന്ന CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന രേഖയിലാണ് അടിമുടി പാർട്ടിയുടെ നയനിലപാടുകളിലുള്ള മാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് പ്രത്യയശാസ്ത്ര കടുംപിടുത്തം ഉപേക്ഷിച്ച് സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതാണ്. PPP മാതൃകയിലുള്ള പുതിയ വൻകിട പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കണമെന്ന് ആ രേഖയിൽ പറയുന്നു. സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് വിദേശ വായ്പകൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാം എന്ന് ആ രേഖയിൽ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, വിവിധ വകുപ്പുകളിൽ ഉണ്ടാകേണ്ട പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ഡീറ്റെയിൽ ആയ ഒരു വിവരങ്ങൾ പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന രേഖയിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. നവകേരളത്തിൻ്റെ പുതിയ വഴികൾ എന്ന പേരിലാണ് ഒരു രേഖ അവതരിപ്പിക്കുക. അത് പാർട്ടിയുടെ സംഘടനാകാര്യ റിപ്പോർട്ടിങ്ങിന് ശേഷം പ്രത്യേകമായിട്ടായിരിക്കും മുഖ്യമന്ത്രി അവതരിപ്പിക്കുക. കഴിഞ്ഞ കൊച്ചി സമ്മേളനത്തിലും പിണറായി വിജയൻ നവകേരളത്തിൻ്റെ പാർട്ടി കാഴ്ചപ്പാട് എന്ന പേരിലൊരു രേഖ അവതരിപ്പിച്ചിരുന്നു. ആ രേഖയിലുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സംസ്ഥാനത്തേക്ക് സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാം എന്നത് ആ രേഖയിൽ പറഞ്ഞതായിരുന്നു. അത് വരുന്ന സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് മുമ്പായി നടപ്പിലാക്കുകയും ചെയ്തു. സിൽവർ ലൈൻ അടക്കമുള്ള പദ്ധതികൾ, ശബരിമല ഇടത്താവളം, അത്തരം വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ അന്ന് ആ പാർട്ടി സമ്മേളനത്തിൽ പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സമിതി അംഗീകരിക്കുകയും പിന്നീട് LDF അംഗീകരിക്കുകയും പിന്നീട് നടപ്പിലാക്കുകയുമാണ് ചെയ്തത്. ഇത്തവണത്തെ ഈ രേഖ അവതരിപ്പിക്കുന്നതോടുകൂടി മൂന്നാം തുടർച്ചയായ ഹാട്രിക് ഭരണം എന്ന ലക്ഷ്യം വെച്ചാണ് പിണറായി വിജയൻ രേഖ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു രേഖ 1956 തൃശ്ശൂരിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരുന്നു. അന്ന് അതിന് പേരിട്ടത് പുതിയ കേരളം പടുത്തുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ എന്നായിരുന്നു. EMSന്റെ കാലത്തൊക്കെ ആയിരുന്നു അതുണ്ടായിരുന്നത്. 57 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ രേഖ പ്രകടന പത്രികയാക്കി മാറ്റുകയും തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയുമാണ് ചെയ്തത്. ആ രീതി തന്നെയാണ് പിണറായി വിജയനും ഇവിടെ അവലംബിക്കുന്നത്. ഇതൊരു സർക്കാരിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പോലെ അവതരിപ്പിച്ച് അത് അനുമതി നേടി ഭരണത്തിലേക്ക് വരിക എന്നതാണ് നീക്കം. ഓക്കെ, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ രേഖയിലാണ് ഇക്കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ലഭ്യമാവും.